നമസ്തേ. അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമായിട്ടുള്ള ഝാൻസ്യാഹ റാണി എന്നുള്ള പാഠഭാഗത്തിലെ കഥ മുമ്പത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു വീഡിയോയിലൂടെ ആ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചതുർത്ഥ പാഠ ഝാൻസ്യാഹ റാണി. പഠന പ്രവർത്തനാനി ഏകപദേന ഉത്തരത. ഒറ്റ വാക്കിലാണ് ഉത്തരം എഴുതേണ്ടത്. ഹേ മനു ഇതി കഹ ഉച്ചൈഹി ആഹ്വയത്. ഹേ മനു എന്ന് ആരാണ് ഉറക്കെ വിളിച്ചത്? നാനയാണ് വിളിച്ചത്. കസ്യാഹ സന്ദർഭോചിത പരാക്രമേണ ആപത് അപകത. ആരുടെ സന്ദർഭോചിതമായിട്ടുള്ള പരാക്രമം കാരണമാണ് ആപത്ത് തെന്നിമാറിയത്, ആപത്ത് നിന്ന് രക്ഷപ്പെട്ടത്? മണികർണികായാഹ, മണികർണികയുടെയാണ്. മനു കേന നാംന പ്രജാനാം പ്രിയങ്കരിച്ച ഭവത്. മനു ഏത് പേരിലാണ് പ്രജകൾക്ക് പ്രിയങ്കരിയായിട്ട് മാറിയത്? റാണി ലക്ഷ്മിബായി. അടുത്തത് ഏകവാക്യേന ഉത്തരത. ഒറ്റ വാക്യത്തിലാണ്, സെന്റൻസിലാണ് ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. കൗ ദ്വൗച്ച മൃഗയാർത്ഥം വനമാഗതൗ ആസ്താം. ആരൊക്കെയാണ് മൃഗയ നടത്തുന്നതിനായിട്ട്, വേട്ടയാടുന്നതിനായിട്ട് വനത്തിലേക്ക് വന്നു ചേർന്നത്? മണികർണിക നാനാ സാഹേബ ച മൃഗയാർത്ഥം വനമാഗതൗ ആസ്താം. മണികർണികയും നാനാ സാഹിബുമാണ് മൃഗയ നടത്തുന്നതിനായിട്ട്, വേട്ടയാടുന്നതിനായിട്ട് വനത്തിലേക്ക് വന്നത്. കെ ഝാൻസിം ആക്രമിതും ആഗച്ഛൻ. ആരാണ് ഝാൻസിയെ ആക്രമിക്കാനായിട്ട് വന്നത്? ആംഗലേയ സൈനികാഹ ഝാൻസിയും ആക്രമിതും ആഗച്ഛൻ. ആംഗലേയ സൈനികർ, ഇംഗ്ലീഷ് പട്ടാളക്കാരാണ് ഝാൻസിയെ ആക്രമിക്കാനായിട്ട് വന്നത്. കസ്യാഹ വീരചരിതം പ്രജാഹ ഉച്ചൈസ്തരം അഗായൻ. ആരുടെ വീരചരിതമാണ് പ്രജകള് ഉറക്കെ ആലപിച്ചത്? ലക്ഷ്മിബായാഹ വീരചരിതം പ്രജാഹ ഉച്ചൈസ്തരം അഗായൻ. ലക്ഷ്മിബായിയുടെ വീരചരിതമാണ് പ്രജകൾ ഉറക്കെ ആലപിച്ചത്. മൂന്നാമത്തെ യഥോചിതം യോചിത. ഇവിടെ ഓൾറെഡി ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ കർത്തൃപദം, സെക്കൻഡ് ബോക്സിൽ കർമ്മപദം ഒബ്ജക്റ്റ്, തേർഡ് ബോക്സിൽ ക്രിയാപദം. നമ്മുടെ സംസ്കൃതത്തിന്റെ നിയമം അനുസരിച്ച് കർത്തൃപദം ഏത് വചനത്തിലാണോ അതേ വചനത്തിലായിരിക്കണം ക്രിയാപദം. ഇപ്പോൾ കർത്തൃപദം ഏകവചനാണെങ്കിൽ ക്രിയാപദം ഏകവചനായിരിക്കണം. അതാണ് റൂള്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അഹം ചലച്ചിത്രം പശ്യാമി. അഹം എന്ന് വരുമ്പോൾ ഉത്തമപുരുഷ ഏകവചനാണ്. അപ്പൊ എന്റെ ക്രിയാപദം എന്തായിരിക്കണം? വെർബ് എന്തായിരിക്കണം? ഉത്തമപുരുഷ ഏകവചനായിരിക്കണം. അപ്പോൾ അഹം ചലച്ചിത്രം പശ്യാമി. രാമഹ ഗ്രാമം ഗച്ഛതി. രാമഹ എന്നുള്ളത് പ്രഥമപുരുഷ ഏകവചനാണ്. ഗ്രാമം കഴിഞ്ഞ് ഗ്രാമത്തിന് മാറ്റമൊന്നുമില്ല. ക്രിയാപദം വരുമ്പോൾ എന്ത് വരും? പ്രഥമ പുരുഷ ഏകവചന രൂപം. ഗമധാതു ലട്ലകാരഹ. ഗച്ഛതി എന്നുള്ള വേർഡ് നമുക്ക് കിട്ടി. ബാലികാഹ ഗാനം ഗായന്തി. ബാലികാഹ എന്നുള്ളത് പ്രഥമ പുരുഷ ബഹുവചനാണ്. ബാലിക, ബാലികേ, ബാലികാഹ. ഗാനത്തിന് മാറ്റമൊന്നുമില്ല. ക്രിയാപദം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഗായതി, ഗായതഹ, ഗായന്തി. ബഹുവചനാണ് വന്നത്. കാരണം ബാലികാഹ ബഹുവചനായതുകൊണ്ട് ഗായന്തിയും ബഹുവചനം. ത്വം ക്ഷീരം പിബസി. ത്വം എന്നുള്ളത് മധ്യമപുരുഷ ഏകവചനാണ്. ക്ഷീരം മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. പിബസി എന്നുള്ളത് നമുക്ക് മധ്യപുരുഷ ഏകവചന രൂപം നമുക്ക് എഴുതണം. കാരണം ത്വം എന്നുള്ളത് മധ്യമപുരുഷ ഏകവചന രൂപമായതുകൊണ്ട് ത്വം പിബസി നമുക്ക് കിട്ടി. മൂന്നാമത്തെ ലാസ്റ്റ് വൺ വയം സംസ്കൃതം പഠാമഹ. വയം എന്നുള്ളത് ഉത്തമപുരുഷ ബഹുവചനാണ്. സംസ്കൃതം സെയിം തന്നെ. പഠാമഹ എന്നുള്ള വേർഡ് നമുക്ക് എഴുതണം. കാരണം വയം എന്നുള്ളത് ഉത്തമപുരുഷ ബഹുവചനാണ്. അതുകൊണ്ട് പഠാമഹ എന്നുള്ളതും ബഹുവചനായിട്ട് എഴുതണം. പഠാമി, പഠാവഹ, പഠാമഹ. നാലാമത് നോക്കാം. ലങ് ലകാര രൂപാണി വദത. ലങ് ലകാര രൂപങ്ങളാണ് ഇവിടെ പറയേണ്ടത്. പഠധാതു ലങ് ലകാരഃ. സഹ അപഠത്, തൗ അപഠതാം, തേ അപഠൻ, ത്വം അപഠഃ, യുവാം അപഠതം, യൂയം അപഠത, അഹം അപഠം, ആവാം അപഠാവ, വയം അപഠാമ. അടുത്തത് ഹസ് ധാതു ലങ് ലകാരഃ. സഹ അഹസത്, തൗ അഹസതാം, തേ അഹസൻ, ത്വം അഹസഃ, യുവാം അഹസതം, യൂയം അഹസത, അഹം അഹസം, ആവാം അഹസാവ, വയം അഹസാമ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉദാഹരണാനുസാരം രക്തസ്ഥാനാനി പോരേത. എക്സാമ്പിൾ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അഹം അഗച്ഛം, ആവാം അഗച്ഛാവ, വയം അഗച്ഛാമ. അഹം അവദം, ആവാം അവദാവ, വയം അവദാമ. അഹം അപഠം, ആവാം അപഠാവ, വയം അപഠാമ. അഹം അഗായം, ആവാം അഗായാവ, വയം അഗായാമ. അഹം അനമം, ആവാം അനമാവ, വയം അനമാമ. അഹം അതരം, ആവാം അതരാവ, വയം അതരാമ. അഹം അലിഖം, ആവാം അലിഖാവ, വയം അലിഖാമ. അഹം അഹസം,
ആവാം അഹസാവ വയം അഹസാവ. അഹം അഖാദം ആവാം അഖാദാവ വയം അഖാദാമ. അഹം അതിഷ്ഠം ആവാം അതിഷ്ഠാവ വയം അതിഷ്ഠാമ. അഹം അചലം ആവാം അചലാവ വയം അചലാമ. അഹം അക്രീഡം ആവാം അക്രീഡാവ വയം അക്രീഡാമ. അഹം അപൃച്ഛം ആവാം അപൃച്ഛാവ വയം അപൃച്ഛാമ. അഹം അപിബം ആവാം അപിബാവ വയം അപിബാമ. അഹം അഗർജം ആവാം അഗർജാവ വയം അഗർജാമ. ഉചിത പദാനി ചിത്വ ചിതാസു പേട്ടികാസു നിക്ഷിപ്ത. കുറച്ച് പദങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ പദങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ പുരുഷ ഏകവചനത്തിൽ ആ ഒരു ബോക്സിൽ വരുന്ന പദങ്ങളൊക്കെ ഏതായിരിക്കും? പ്രഥമ പുരുഷ ഏകവചന പദങ്ങളായിരിക്കും. അപഠത്, അനമത്, അഭവത്, അഗായത്, അഹസത്. രണ്ടാമത്തെ ബോക്സ് പ്രഥമ പുരുഷ ദ്വിവചനത്തിലാണ്. അപ്പോൾ അചലതാം, അഗച്ഛതാം, അഭവതാം, അപിപതാം മുതലായ വാക്കുകളൊക്കെ രണ്ടാമത്തെ ബോക്സിൽ വന്ന് നമ്മൾ ഇടുന്നു. അടുത്തതിൽ പ്രഥമ പുരുഷ ബഹുവചന പദങ്ങളാണ്. അതരൻ, അലിഖൻ, അചലൻ, അഖാദൻ മുതലായ പദങ്ങളൊക്കെ മൂന്നാമത്തെ ബോക്സിൽ. അടുത്തത് മധ്യമ പുരുഷ ഏകവചനം. മധ്യമ പുരുഷ ഏകവചന രൂപങ്ങളാണ്, വേർഡ്സ് ആണ് ഈ ഒരു ബോക്സിൽ. അക്രീഡഹ, അപൃച്ഛഹ, അഖാദഹ, അനമഹ, അപഠഹ. അടുത്ത ബോക്സ് മധ്യമ പുരുഷ ദ്വിവചനാണ്. അപ്പോൾ അലിഖതം, അഗർജതം, അഗച്ഛതം, അപഠതം മുതലായവയൊക്കെ രണ്ടാമത്തെ ബോക്സിൽ. മൂന്നാമത്തെ ബോക്സ് മധ്യമ പുരുഷ ബഹുവചനാണ്. അപ്പൊ അനമത, അഹസത, അക്രീഡത, അഗായത മുതലായ പദങ്ങളൊക്കെ മൂന്നാമത്തെ ബോക്സിൽ നമ്മൾ നിക്ഷേപിച്ചു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം ദൃഷ്ട ഉദാഹരണാനുസാരം പ്രശ്നാൻ പൃച്ഛത. ഇവിടെ കുത്ര കതി എന്ന് രണ്ട് പ്രശ്നവാചക ശബ്ദമുണ്ട്, ക്വസ്റ്റ്യൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം, ഛാത്ര വിദ്യാലയം ഗച്ഛതി, കുട്ടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഛാത്ര കുത്ര ഗച്ഛതി, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ എങ്ങോട്ട് എന്നുള്ളത് കുത്ര എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ, ത്രീണി പുഷ്പാണി സന്ധി, 3 പൂവുകളാണ് ഉള്ളത്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ കതി പുഷ്പാണി സന്ധി, എത്ര പൂക്കളാണുള്ളത്? അപ്പോൾ എത്ര എന്നുള്ളത് കതി, എവിടേക്ക് എന്നുള്ളത് കുത്ര. പുസ്തകാനി സ്യൂതേ സന്ധി, ബുക്കുകളൊക്കെ എവിടെയാണ്? ബാഗിലാണ്. പുസ്തകാനി കുത്ര സന്ധി, എവിടെയാണ് ബുക്കുകളൊക്കെ ഉള്ളത് എന്ന് ചോദിക്കണമെങ്കിൽ കുത്ര എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത്, രാജാ സിംഹാസനെ ഉപവിശതി, രാജ കുത്ര ഉപവിശതി, എവിടെയാണ് ഇരിക്കുന്നത്? പഞ്ചഛാത്രാഹ സന്ധി, കതി ഛാത്രാഹ സന്ധി, എത്ര കുട്ടികളാണുള്ളത്? ദ്വേ സങ്കണകയന്ത്രേ സ്തഹ, 2 കമ്പ്യൂട്ടേഴ്സ് ആണുള്ളത്. കതി സങ്കണകയന്ത്രേ സ്തഹ, എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? ധേനുഹു ഗോഷ്ഠേ അസ്തി, പശു തൊഴുത്തിലാണുള്ളത്. അപ്പൊ ധേനുഹു കുത്ര അസ്തി, എവിടെയാണുള്ളത്? ഏകം മോദകം അവശിഷ്യതേ, ഒരു ലഡു മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. കതി മോദകം അവശിഷ്യത, എത്ര ലഡു ആണ് ബാക്കി വന്നത്? ദ്വൗ സിംഹൗ സ്തഹ, 2 സിംഹങ്ങളാണുള്ളത്. കതി സിംഹൗ സ്തഹ, എത്ര സിംഹങ്ങളാണുള്ളത്? അപ്പൊ ഈ ഒരു ചോദ്യത്തോടു കൂടി ഈ ഒരു പാഠം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ 5ാമത്തെ പാഠം നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. ധന്യവാദ.